ജീവിതം വന്നു. ഇപ്പോൾ സിനിമ കണ്ടിരുന്നോ? അല്ലെങ്കിൽ ഗംഭീര സിനിമയല്ലേ? ഗംഭീര സിനിമ. അതിലൊന്നും പറയാനില്ല. ഞാൻ കണ്ടിട്ട് ഭയങ്കര ഇമോഷണലായി. സിനിമ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഗംഭീര സിനിമ. അതാണ് ഞാൻ എഴുതിയിട്ടത്. ഭയങ്കര അതൊക്കെ ഒരു മലയാളത്തിന് ഒരു ബെഞ്ച് മാർക്കായിട്ട് വന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്പേഴ്സ് വെച്ചല്ല ആ സിനിമ അതൊരു വലിയ സംഭവം. ഗംഭീരമായിട്ട് അത് ചെയ്യാനൊക്കെ ബ്ലസി സാറും രാജുവൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ടതൊക്കെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഗുണം ജനഗണമനയ്ക്കും കിട്ടി. കാര്യം ജനഗണമനയുടെ പല സ്കെഡ്യൂൾസും ആടുജീവിതത്തിൻ്റെ ഇടയിലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ലുക്കിൻ്റെ കുറേ വേരിയേഷൻ ജനഗണമനയ്ക്ക് കിട്ടിയില്ല. നോക്കാം. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇപ്പോൾ ആടുജീവിതത്തിന് വേണ്ടി ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ആണെങ്കിലും അപ്പോൾ അത് ജനഗണമനയ്ക്ക് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അല്ല, ആക്ടിങ് വൈസിലല്ലോ രണ്ട് ഇതല്ലേ. ഡെഫിനറ്റ്ലി ഓരോ സിനിമയിലോട്ടും പെട്ടെന്ന് വരും സ്വിച്ച് ചെയ്യുന്നു. പക്ഷേ ചെയ്തൊരു ഒരു ഗംഭീര സിനിമയാണ്. ഞാൻ പറഞ്ഞ ജനഗണമന ടോട്ടലി ഡിഫറെൻറ്റ് വേറൊരു തന്നെ ഒരു സിനിമയാണ്. അതിന് എനിക്ക് പറഞ്ഞ ഗുണങ്ങൾ ഇതാണ്. ലുക്ക് വൈസ് കുറേ ഇപ്പോൾ കോടതിയിൽ വരുന്ന രാജു, പോലീസായിട്ടുള്ള രാജു, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അതെല്ലാം ഈ പറഞ്ഞത് പല പല സ്കെഡ്യൂൾസ് ആയിട്ട് ചെയ്യാൻ സാധിച്ച് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഫിലിം മേക്കിങ്ങിൻ്റെ ഇടയിൽ രാജുവേട്ടൻ ഈ ആടുജീവിതത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറേ പറഞ്ഞിരുന്നു. ഭയങ്കര അത് കാണുമ്പോൾ അറിയാലോ, ഇനി പറയേണ്ട കാര്യമില്ല. കണ്ടു കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഭയങ്കരമായിട്ടൊരു എഫേർട്ട് സംഭവമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനി ജനഗണമനയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിനും രാജുവേട്ടൻ ആകുന്നൊരു ആക്ടർ എന്നുള്ളത് ആ സ്കെയിൽ വളർന്നുവല്ലോ. അപ്പം അത് ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിൽ അതെ സെക്കൻഡ് പാർട്ടിൻ്റെ വളരെ ചെറിയൊരു പേഴ്സൻറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് 2-ന്റെ. ഇനി അതിൻ്റെ പോർഷൻ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷൂട്ടിലോട്ട് ഓൺ ദ ഫ്ലോർ കിടക്കും. അങ്ങനെയാണ്. ഓക്കെ.